നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. UK ചേക്കേറണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു നല്ല അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതും വളരെ ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രം ലഭ്യമാക്കിയിരിക്കുന്ന ഒരു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഈ UK ഇപ്പോൾ എൻട്രി അത്ര എളുപ്പമല്ല. UK ഗവൺമെന്റ് അവരുടെ ഇമിഗ്രേഷൻ ഒക്കെ കൂടുതൽ ടൈറ്റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും ഈ UK സ്വപ്നം ഇപ്പോൾ വിദൂരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും UK ഒരു വർക്ക് വിസ ലഭ്യമാകുവാൻ, അത് IELTS ഇല്ലാതെ, ജോബ് സ്പോൺസർഷിപ്പ് ഒന്നുമില്ലാതെ, വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് വിസയിലേക്ക് എത്തുവാനുള്ള ഒരു നല്ല അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഇന്ത്യ ഗവൺമെന്റും UK ഗവൺമെന്റും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഏതാണ്ട് 3000 ഇങ്ങനെയുള്ള വിസകൾ ലഭ്യമാണ്. വർഷത്തിൽ 2 പ്രാവശ്യം, ഫെബ്രുവരിയിലും ജൂലൈയിലുമാണ് ഇതിന്റെ തിരഞ്ഞെടുപ്പ് നടക്കുക. അപ്പം ഫെബ്രുവരി മാസത്തിൽ ഈ 3000 ഏതാണ്ട് 2600-700ഓളം വിസകൾ ലഭ്യമാണ്. അപ്പോൾ ആ വിസകളിലേക്ക് എത്തുവാനായിട്ടുള്ള ഒരു നല്ല അവസരം, അതും പണച്ചെലവില്ലാതെ ഞങ്ങൾക്ക് ട്രൈ ചെയ്യുവാൻ പറ്റുന്ന ഒരു നല്ല അവസരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വിദേശ അവസരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ തൊഴിൽ അവസരങ്ങളും കരിയർ അവസരങ്ങളും ഒക്കെ വിശദമാക്കുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നത് നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ അതാ UK ഗവൺമെന്റ് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ലഭ്യമാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ പേജിൽ വന്ന് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അവർക്ക് ഈ വിസയുടെ പേര് ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്നുള്ളതാണ്. അതായത് YPS, യങ് പ്രൊഫഷണൽ സ്കീം വിസ. ഓർക്കുക, ഇത് ഇന്ത്യക്കാർക്ക് മാത്രം ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 3000 വിസകളാണ് എല്ലാ വർഷവും ലഭ്യമായിരിക്കുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യം, അത് ഫെബ്രുവരി മാസത്തിലും ജൂലൈ മാസത്തിലുമായിട്ട് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഫെബ്രുവരി മാസം ഇപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ വിസകൾ ഇതിന്റെ ഭാഗമായിട്ട് ലഭ്യമാവുക. അപ്പോൾ അതിന്റെ ഓവർവ്യൂവിൽ ഇവർ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 2 വർഷം UK വർക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ താമസിക്കുന്നതിനോ ഒക്കെയുള്ള ഒരു അവസരമാണിത്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും ഈ ഒരു അവസരം ലഭ്യമാകുന്നത്. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി ഇതാ ഡീറ്റെയിൽ ആയിട്ട് ഇവരോട് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. എലിജിബിൾ ക്വാളിഫിക്കേഷൻ കാണണം. എലിജിബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു മിനിമം ഡിഗ്രി എങ്കിലും കാണണം, ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി എങ്കിലും കാണണം. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2530 യൂറോ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഡിഗ്രിയുള്ള ഇന്ത്യൻ സിറ്റിസണിന് ഇതിന് ഇപ്പോൾ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഓക്കെ, എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിന് എന്ത് ചെലവ് വരും എന്നുള്ള കാര്യം ഓർക്കുക. ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് 298 യൂറോ ചെലവ് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ഇപ്പം ആവശ്യമില്ല. ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അത് ഇവിടെ എത്ര നാളത്തേനായിരിക്കും താമസിക്കാനായിട്ട് കഴിയുക? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 24 മാസം UK ലിവ് ആൻഡ് വർക്ക്, താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും ഒക്കെയുള്ള 2 വർഷം UK ജീവിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഈ വിസയിലൂടെ ലഭ്യമാവുക. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാം? അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. അതല്ലെങ്കിൽ വർക്ക് ഇൻ മോസ്റ്റ് ജോബ്, മിക്കവാറും എല്ലാ ജോലികളും എടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആകാനായിട്ട് സാധിക്കും. സ്വയം ഒരു സംരംഭമൊക്കെ ആരംഭിക്കാം. അല്ലെങ്കിൽ സെറ്റപ്പ് എ കമ്പനി, ഒരു കമ്പനി വേണമെങ്കിൽ സ്വന്തമായിട്ട് ആ സമയത്ത് ആരംഭിക്കാം. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ യു കാനോട്ട് എക്സ്റ്റെൻഡ് യുവർ സ്റ്റേ, 2 വർഷത്തിന് മേളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അവസരങ്ങളില്ല. അതേപോലെ ഇൻക്ലൂഡ് ഫാമിലി ഓൺ യുവർ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകാനായിട്ട് കഴിയില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 2 വർഷം UK താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും ഒക്കെയുള്ള അവസരമാണ് ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീം വിസ ഇതിലൂടെ ലഭ്യമാകുന്നത്. ഇനി എങ്ങനെയായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയില്ല. കാരണം ഏകദേശം 3000 വിസകളേ ഉള്ളൂ എന്ന് ഞാൻ സൂചിപ്പിച്ചു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അപേക്ഷകരാണ് ഇന്ത്യയിൽ നിന്ന് വരിക. ഒത്തിരിയധികം ആളുകൾ UK ചേക്കേറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ഇവരൊരു ബാലറ്റ് വെച്ചേക്കുവാണ്. ബാലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നറുക്കെടുപ്പ് വെച്ചേക്കുവാണ്. ഈ നറുക്കെടുപ്പിൽ കിട്ടുന്നവർക്ക് മാത്രമായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ബാലറ്റ് സിസ്റ്റത്തിൽ പങ്കെടുക്കണം, ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കണം.
അത് സൗജന്യമാണ്. വളരെ സിമ്പിളായിട്ട് ഇതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഓർക്കുക, 2 ദിവസത്തേന് മാത്രമായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അപ്പോൾ ആദ്യം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കുക. നറുക്കെടുപ്പിൽ വിജയിച്ചാൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് UK എത്തുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ നറുക്കെടുപ്പിന്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് മനസ്സിലാക്കാം. ഓർക്കുക, ഈ നറുക്കെടുപ്പ് വെറും 2 ദിവസത്തേന് മാത്രമായിരിക്കും ഓപ്പൺ ആവുക. അല്ലെങ്കിൽ നറുക്കെടുപ്പിന് അപ്ലൈ ചെയ്യുവാനായിട്ട് നമുക്ക് 2 ദിവസം മാത്രമായിരിക്കും കഴിയുക. ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ് വിൽ ബി ഓപ്പൺ അറ്റ് എന്നാണ് 18-ാം തീയതി ഫെബ്രുവരി 2:30 മണി മുതൽ 20-ാം തീയതി ഫെബ്രുവരി 2:30 മണി വരെ. അതായത് ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ 18-ാം തീയതി ഫെബ്രുവരി മുതൽ 20-ാം തീയതി ഫെബ്രുവരി ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ 48 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. യു ക്യാൻ എൻ്റർ ദ ബാലറ്റ് അറ്റ് എനി ടൈം വൈൽ ഇറ്റ് ഇസ് ഓപ്പൺ. ഇത്രയും സമയത്ത് ഈ 48 മണിക്കൂറായിരിക്കും ഇത് ഓപ്പൺ ആവുക. ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബാക്കി പ്രോസസ്സ് എന്താണെന്നും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ബേസിക് ഡീറ്റെയിൽസ്, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ പാസ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോ. ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഇതിന് പണച്ചെലവൊന്നുമില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഞാൻ ഈ സൂചിപ്പിച്ച 18-ാം തീയതി ഫെബ്രുവരി 18 മുതൽ 20-ാം തീയതി വരെയുള്ള 48 മണിക്കൂറിനുള്ളിൽ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ആപ്ലിക്കേഷൻ വന്നതിൽ നിന്ന് ഇവർ റാൻഡമായിട്ട് ഏതാണ്ട് 3000-ഓളം പേരെ വിസയ്ക്ക് വേണ്ടി പിക്ക് ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ പിക്ക് ചെയ്തവരുടെ റിസൾട്ട് ഈ ബാലറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളെ അറിയിക്കും. ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, 18 മുതൽ 20-ാം തീയതി വരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നൽകി നിങ്ങൾ കാശൊന്നും നൽകാതെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ബാലറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കകം ഈ അപ്ലൈ ചെയ്തവരിൽ നിന്ന് ഏകദേശം ഒരു 3000 പേരെ ഇവർ പിക്ക് ചെയ്യും. അത് റാൻഡം ആയിട്ടായിരിക്കും, ഒരു ബാലറ്റിലൂടെ ആയിരിക്കും, നറുക്കെടുപ്പിലൂടെ ആയിരിക്കും. അങ്ങനെ നിങ്ങളെ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കും. അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഓർക്കുക, ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് 3000 വിസകളാണ് ലഭ്യമായിരിക്കുന്നത് 2025. അത് ഫെബ്രുവരിയിലും ജൂലൈയിലും 2 ബാലറ്റിലൂടെ ആയിരിക്കും നൽകുക. ഫെബ്രുവരിയിലായിരിക്കും കൂടുതൽ അവസരങ്ങൾ, 2600-ഓളം അവസരങ്ങൾ ഫെബ്രുവരിയിലായിരിക്കും ഇവരെ പിക്ക് ചെയ്യുക. അതുകൊണ്ട് ഈ ഡേറ്റിനുള്ളിൽ നിങ്ങൾ ഇതിന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നിങ്ങൾ സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരും. മെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾ ബാലറ്റിൽ വിജയിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 90 ദിവസം ആ ഇമെയിൽ കിട്ടിക്കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിസയുടെ ഫീസ് അടച്ചുകൊണ്ട്, ഈ 298 യൂറോ അടച്ചുകൊണ്ട് നിങ്ങൾ ഇതിന് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് വിസ ലഭ്യമാകും. അതിലൂടെ നിങ്ങൾക്ക് UK പോകാൻ കഴിയുകയും ചെയ്യും. ഇതിൻ്റെ എലിജിബിലിറ്റി ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ സിറ്റിസനാണ് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഒരു കാര്യം കൂടെ, അതേപോലെ തന്നെ ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി എങ്കിലും വേണം, അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും വേണം. ഒരു കാര്യം കൂടി ഇവർ സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 2530 യൂറോ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ കാണണം. മറ്റൊരു കാര്യം ഇവർ സൂചിപ്പിക്കുന്നത്, 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ സാമ്പത്തികമായി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാണല്ല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സാമ്പത്തികമായ ബാധ്യത ഉള്ളവരായിരിക്കല്ല് എന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യണം? ഈ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓർക്കുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുന്ന ഡേറ്റ്സ് ഞാൻ സൂചിപ്പിച്ചു. ഫെബ്രുവരി 18 മുതൽ 20-ാം തീയതി വരെ ഉച്ച കഴിഞ്ഞ് 2:30 തൊട്ട് 48 മണിക്കൂറിലത്തേക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അപ്പം അപ്ലൈ ഫോർ ആൻ ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്നതിൽ അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം ഞാൻ കണ്ടെത്തിയ ഒരു അവസരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ UK ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ ബാലറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പണമൊന്നും നൽകേണ്ടതില്ല എന്നുള്ള കാര്യം. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ പ്രത്യേകിച്ച് UK പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവരാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതേപോലെയുള്ള അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയോ ഒക്കെ അതൊക്കെ കണ്ടെത്താവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.